ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 മുന്നോടിയായി കേരള സർക്കാർ സംഘടിപ്പിച്ച കേരള AI ഫ്യൂച്ചർ കോൺ സമ്മിറ്റിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഭരണനിർവഹണ മേഖലയിൽ നിർമ്മിത ബുദ്ധിക്ക് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. ഈ സമ്മിറ്റ് ചരിത്രത്തിന്റെ നാഴികക്കല്ലായി അടയാളപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിർമ്മിത ബുദ്ധിയുടെ വിവിധ മേഖലകളിലെ പ്രായോഗിക സാധ്യതകളും സാമൂഹികവും സാമ്പത്തികവുമായ സ്വാധീനവും വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കേരള റീജിയണൽ AI ഇമ്പാക്ട് കോൺഫറൻസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനാധിപത്യവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചാവണം നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഉച്ചകോടിയുടെ പ്രസക്തി ഗൌരവപൂർവ്വം വിലയിരുത്തേണ്ടതാണെന്നും ജനങ്ങൾക്ക് സുതാര്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ AI വഴി കഴിയുമെന്നും മുഖ്യമന്ത്രി സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലും നൈപുണ്യ വികസനത്തിലും AI വഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആരുടെയും അവകാശത്തിൽ കൈവശപ്പെടുത്തുന്നതാവരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. സമ്മേളനത്തിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 അവതരിപ്പിക്കും. ഇന്ത്യ ആദ്യമായാണ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റീജിയണൽ സമ്മിറ്റുകൾ നടത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.